മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു നടനുണ്ട്. മറ്റാരുമല്ല, ഇന്ദ്രജിത്ത്. നമസ്കാരം. സിനിമയിലേക്കുള്ള വരവ് പ്രതീക്ഷിച്ചതാണ്? സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് തൊട്ടേ മനസ്സിലുണ്ടായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ. കാരണം സിനിമയുടെ ഇടയിൽ കിടന്ന് വളർന്ന രണ്ടുപേരാണല്ലോ, ഞാനും പൃഥ്വിരാജും. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ഫാസിനേഷനും സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും എൻ്റെ ഈ വരവ് കുറച്ച് അപ്രതീക്ഷിതമാണ്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഞാനൊരു ടെലി സിനിമ അഭിനയിച്ചിരുന്നു ആദ്യം. ഈ ടെലി സിനിമ പിന്നീട് ലാൽ ജോസ് കാണുകയും, ലാൽ ജോസ് ആനി എന്ന് പറഞ്ഞ ടെലി സിനിമ, അത് ലാൽ ജോസ് കാണുകയും, അങ്ങനെ ശരിക്കും ഈ ആനിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിൽ അതേ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ലാൽ ജോസിന്റെ രണ്ടാം ഭാവം എന്ന ചിത്രത്തിന് വേണ്ടി ലൊക്കേഷൻ നോക്കാൻ വേണ്ടി അതേ സ്ഥലത്ത് വരികയും, അപ്പൊ ഞങ്ങളുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ശരിക്കും പിന്നീടാണ്, അതിനുശേഷമാണ് ഈ മീശ മാധവൻ എന്ന ചിത്രത്തിന്റെ ഡിസ്കഷൻ വരുന്നതും അതിലിങ്ങനെ ഒരു വില്ലൻ കഥാപാത്രമുണ്ട്, അതിൽ ഞാൻ ചെയ്താൽ നന്നാവുമെന്ന് ലാലേട്ടൻ പറയുകയും, അങ്ങനെ ശരിക്കും കമ്മിറ്റ് ചെയ്ത സിനിമ മീശ മാധവനായിരുന്നു. പക്ഷെ ആദ്യം ഷൂട്ടിംഗ് തീർത്ത് റിലീസായത് ഊമപ്പെണ്ണുരിയാടപ്പയനായിരുന്നു. ഊമപ്പെണ്ണുരിയാടപ്പയന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇതുപോലെ തന്നെ പുതുമുഖങ്ങളെ വെച്ച് വിനയൻ സാർ ഒരു ചിത്രം ഒരുക്കുന്നു എന്ന് അറിഞ്ഞു. അപ്പോൾ ശരിക്കും ലാൽ ജോസ് ആണ് വിളിച്ച് പറയുന്നത്, ഇങ്ങനെ വിനയൻ സാറിന്റെ രാക്ഷസ രാജാവെന്ന് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അവിടെ ലൊക്കേഷനിൽ പോയി വിനയൻ സാറിനെ കണ്ടാൽ ഇങ്ങനെ കാണാൻ പറഞ്ഞു, ഉടനെ നീ പോയി കാണുക, കാരണം ഇപ്പൊ നല്ലൊരു പുതിയ ടീമായിട്ട് വരികയാണ് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും ഊമപ്പെണ്ണിൽ അഭിനയിക്കുന്നു. ശരിക്കും ആദ്യം തീരുമാനിച്ചിരുന്ന സിനിമ മീശ മാധവനാണ്, പക്ഷെ ആദ്യം അഭിനയിച്ചത് ഊമപ്പെണ്ണിൽ, റിലീസായത് ഊമപ്പെണ്ണായിരുന്നു. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ ലാൽ ജോസുമായിട്ടുള്ള ഒരു പരിചയം വലിയൊരു നിമിത്തമാണെന്നാണ് പറയല്ലേ? കാരണം വളരെയധികം നല്ല ചിത്രങ്ങൾ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് ചുരുങ്ങിയ കാര്യത്തിലുള്ള ലഭിച്ചു, പ്രത്യേകിച്ച് ലാൽ ജോസിന്റെ സിനിമകളിലായിട്ട്. തീർച്ചയായിട്ടും അതെ. ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇന്ദ്രജിത്ത് എന്ന നടന്റെ പല മുഖങ്ങൾ കണ്ടത് ലാൽ ജോസിന്റെ ചിത്രങ്ങൾ കൂടെ തന്നെയായിരിക്കും. ലാൽ ജോസും ഞാനായിട്ടുള്ള ബന്ധം ഈ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് മുമ്പ് തുടങ്ങിയൊരു ബന്ധമാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ നല്ല സുഹൃത്തുക്കളാണ്. കാരണം ഞാനും പൂർണിമയും പ്രണയത്തിലായിരുന്ന കാലത്തിലായിരുന്നു പൂർണിമ രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് ലാൽ ജോസുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. ഞങ്ങൾ പരിചയപ്പെട്ടു, നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ പിന്നീട് എന്റെ അഭിനയം കാണുന്നത് ഈ പറഞ്ഞ ആനി എന്ന ടെലിസിനിമ ചെയ്യുന്ന സമയത്തായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളി അത് കണ്ടു. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഒരു ഡയറക്ടർ നടൻ എന്നൊരു ബന്ധത്തിലുപരി നല്ല സുഹൃത്തുക്കളായിട്ട് നിന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ലാൽ ജോസ് ആയിട്ടുണ്ട്. അത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ലാൽ ജോസിന്റെ ചിത്രങ്ങളിൽ എന്റെ ഏറ്റവും നല്ല പെർഫോമൻസസ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ 6 സിനിമകളിൽ ഞാൻ അഭിനയിച്ചു ലാൽ ജോസിന്റെ. അത് ഇപ്പോൾ മീശ മാധവനായാലും ഈപ്പൻ ബാപ്പച്ചി എന്ന കഥാപാത്രം, അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിലെ പായസ് എന്ന കഥാപാത്രം, ഇതൊക്കെ എന്റെ കരിയറിലെ മൈൽ സ്റ്റോൺസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ലാൽ ജോസുമായിട്ടുള്ള എന്റെ ബന്ധം എന്നെ ഈ സിനിമയിൽ ഭയങ്കരമായി സഹായിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു വില്ലൻ പരിവേഷത്തോടു കൂടിയാണ് വരുന്നത്. അതെ. ആ ഒരു പരിവേഷത്തിൽ നിന്ന് ഒരു സപ്പോർട്ടിംഗ് ആക്ടർ, പിന്നെ ഒരു ഹീറോ, ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിട്ടുണ്ട് അല്ലേ റോൾസിൽ? അതെ. അപ്പൊ ആ ഒരു ചേഞ്ച് ഓവർ എങ്ങനെയായിരുന്നു? അത് ഓരോ നടനും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കണം, അല്ലെങ്കിൽ ചെയ്തത് തന്നെ പിന്നെയും ചെയ്യാൻ ഇടവരുത്തരുത്, പുതിയ പുതിയ ക്യാരക്ടേഴ്സ് കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാ നടന്റെ മനസ്സിലുണ്ട്. പക്ഷെ അങ്ങനെ കിട്ടണമെന്നില്ല അല്ലേ? അതൊക്കെ ഒരു ദൈവാധീനം പോലെ. ഇപ്പൊ നമ്മൾ വിചാരിച്ചുകൊണ്ട് മാത്രം നമുക്കൊരു നല്ല സിനിമ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചോളം എന്തൊരു ദൈവാധീനം പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചു. എന്റെ ശരിക്കും എടുത്തു നോക്കിയാൽ അറിയാം. കാരണം മീശ മാധവന്റെ ഈപ്പൻ ബാപ്പച്ചി എന്ന കഥാപാത്രം ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന അടുത്ത സിനിമ മിഴിരണ്ടിലും എന്ന ചിത്രത്തിലെ ഡോക്ടർ അരുൺ എന്ന വേഷമായിരുന്നു. അത് ടോട്ടലി കോൺട്രാസ്റ്റ് ആയിട്ടൊരു വേഷമാണ്, അതും രഞ്ജിത്തായിട്ട് എന്ന സിനിമ. അപ്പൊ അങ്ങനെ അതുപോലെ ചാന്തുപൊട്ട് എന്ന സിനിമ ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്മേറ്റ്സ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്റെ കരിയറിലെ ഓരോ ഭാഗങ്ങളിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ പാർട്സിലും ഒരു സിനിമ കഴിഞ്ഞ് ടോട്ടലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറൊരു കഥാപാത്രം ചെയ്യാൻ ഉള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ദൈവാധീനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഒരു വലിയ വൈഡ് റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചത്. ലക്ക് ഒരു വലിയൊരു തീർച്ചയായിട്ടും അതെ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ വിചാരിച്ചുകൊണ്ട് മാത്രം ഒന്നും നടക്കില്ല, ദൈവം കൂടെ വിചാരിക്കണം, പിന്നെ സിനിമ സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഒക്കെ വിചാരിക്കണ്ട. അപ്പൊ എല്ലാം കൂടെ ഒത്തുവരുന്ന ഒരു നിമിത്തമാണ് ഈ വരുന്ന കഥാപാത്രങ്ങളും സിനിമകളും. തീർച്ചയായിട്ടും താങ്കൾക്ക് കഴിവുള്ളത് കൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയിൽ ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയും നല്ലൊരു ലെവലിലേക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അല്ലേ? തീർച്ചയായിട്ടും. അച്ഛനും അമ്മയും സിനിമയുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. അച്ഛൻ ഒരു സമയത്ത് മലയാള സിനിമയെ തന്റെ ഡയലോഗ് ഡെലിവറി കൊണ്ട് ഇളക്കി മറിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ലേ? ആ ഓർമ്മകൾ എങ്ങനെയാ? അയ്യോ, പിന്നെ അച്ഛൻ അഭിനയിച്ച ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ കുട്ടിക്കാലത്ത് ഞങ്ങൾ മദ്രാസിൽ താമസിക്കുന്ന സമയത്ത് അച്ഛൻ അഭിനയിച്ച ഒരുപാട് സിനിമകളുടെ കാസറ്റ് കളക്ഷൻ അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്യുമായിരുന്നു അമ്മ. അപ്പോൾ ആ കുട്ടിക്കാലം തൊട്ടേ അച്ഛൻ അഭിനയിച്ചിരുന്ന നായകനായിട്ട് അഭിനയിച്ചതും അല്ലാതെ പിന്നീട് വന്ന
ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ CBI ഡയറിക്കുറിപ്പ് പോലുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ചിത്രങ്ങളും ഒക്കെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞതുപോലെ സിനിമയുടെ ഇടയിൽ കിടന്ന് വളർന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കും, തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും സിനിമയിൽ വരുമെന്ന് അമ്മയോട് അച്ഛൻ പറഞ്ഞതായി പിന്നീട് അമ്മേന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതെന്തോ ഒരു നിമിഷം പോലെ അങ്ങനെ സംഭവിച്ചു. ഏതായാലും എല്ലാം നല്ല തന്നെ.